ഹലോ ഗൈസ്, അപ്പോൾ കുറേ പേരുടെ റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോന് മുകളിൽ എങ്ങനെയാണ് ഇതുപോലെ മലയാളം എഴുതുന്നത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. ആ ഒരു ഡൗട്ട് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്ലാങ്ക് ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ ലാൻഡ്സ്കേപ്പ്, അതുപോലെ തന്നെ പോർട്രേറ്റ്, സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു 3 ഓപ്ഷൻ കാണും. അപ്പോൾ നമുക്ക് അതിൽ ഏതാ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ പോർട്രേറ്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ. പോർട്രേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ ക്രിയേറ്റ് കൊടുക്കാം. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ 3 ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ലെയർ ക്ലിക്ക് ചെയ്യുക. ലെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യുക കേട്ടോ. ഇപ്പോൾ എനിക്കിപ്പോൾ എന്താ പറയുക, ബ്ലാക്ക് ആണ് ആവശ്യം, അപ്പോൾ ബ്ലാക്ക് കൊടുക്കുന്നു. നിങ്ങൾക്ക് വൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ വൈറ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. എന്ന് വെച്ചാൽ എഴുതുന്നതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് വൈറ്റ് ആണ്. ആ ഒരു വൈറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അറ്റത്ത് പെയിൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഒരു പെയിൻറ്റിൻ്റെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോണ്ടാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കൊടുക്കുന്നത് കാലിഗ്രഫി എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കേട്ടോ. ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് സോഫ്റ്റ് ടേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. അതാണ് അത്യാവശ്യം ഒരു എന്താ പറയുക, ഭംഗിയിൽ എഴുതുമ്പോൾ ഒരു വൃത്തിയിൽ കിട്ടുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ രാവിലെയെന്നാണ് കേട്ടോ എഴുതുന്നത്. ആ ഒരു രാവിലേന്ന് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിപ്പോൾ എഴുതിയിട്ട് ശരിയായില്ലെങ്കിൽ, നമ്മൾ എഴുതിയത് കറക്റ്റ് ആയില്ല വെച്ചാൽ നമുക്ക് ബാക്ക് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇറേസർ വെച്ചിട്ട് നമുക്കത് മാച്ച് കളയാനൊക്കെ പറ്റും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ. ഇപ്പോൾ പെന്ന് വെച്ചിട്ടാണെന്ന് വെച്ചാൽ പെന്ന് വെച്ചിട്ട് എഴുതാം. ഇപ്പോൾ ഫോണിൽ പെന്ന് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എഴുതാം. ഇപ്പോൾ കൈ വെച്ചിട്ടാണെങ്കിലും അങ്ങനെയും എഴുതാം കേട്ടോ. അപ്പോൾ ആ ഒരു എഴുതിയത് ഒന്നും കൂടി വൃത്തിയാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളർ ചേഞ്ച് ചെയ്തിട്ട് പെയിൻറ്റിൽ നമ്മൾ പോയിട്ട് കാലിഗ്രഫി എടുത്തിട്ട് തന്നെ ഫ്ലോറൽ പിസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇങ്ങനെ ഗസ്റ്റൊക്കെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഒരു ഇത്തിരി കൂടി വൃത്തി കിട്ടും. കഴിഞ്ഞിട്ട് നമ്മളിത് ഇങ്ങനെ സേവ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഓപ്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു എക്സ്പോർട്ട് ഫോർമാറ്റിൽ നമ്മൾ PNG ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ടും JPG ആണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് കാണും കേട്ടോ. അപ്പോൾ ഞാനിവിടെ PNG ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ അത് എക്സ്പോർട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോൻ്റെ മുകളിൽ ഇതെങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്തത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഇൻഷോട്ടിലാണ്. ഇൻഷോട്ട് സെലക്ട് ചെയ്തിട്ട് വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഏത് വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, ഫോട്ടോ സെലക്ട് ചെയ്യുക കേട്ടോ. ഇതിൽ PIP എന്ന് കാണും. ഈ ഒരു PIP സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുക. നമ്മൾ രാവിലെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോട്ടോ നമുക്ക് ഏറ്റവും ഫസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിൻ്റെ മുകളിൽ ഇതുപോലെ മലയാളം എഴുതുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.